പക്ഷെ നമ്മൾ എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്? അവിടെ ചെന്നിട്ട് റീൽസ് ചെയ്യുക, അവിടെ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുക, അവിടെ ചെന്നിട്ട് ആരാണ്ട് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പിടിക്കാം. നമ്മളൊരു അമ്പലത്തിൽ പോകുന്നത് ഇതിനൊന്നുമല്ല. ഉണ്ണിക്കണ്ണനെ, ഗുരുവായൂരപ്പനെ പ്രത്യേകിച്ച് ഒരുപാട് മതവിശ്വാസികൾ, അതായത് സഹോദര മതവിശ്വാസികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ അവരവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവരുടെ മതവും അവരുടെ ആചാരങ്ങളും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയവർ പോലും ഗുരുവായൂരപ്പനെ, ആ ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എനിക്കറിയാവുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, സഹോദര മതവിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവരവിടെ പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിലൊന്നും തെറ്റില്ല, അതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു ഭക്തി, അവർക്കത് ഇഷ്ടമാണ്, അവർക്കതിൽ ഭക്തിയാണെങ്കിൽ അവർ ആ ഭക്തിക്ക് വേണ്ടി പോയി ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. ഞാൻ ആ കുട്ടിയിൽ കണ്ട അയാളൊരു കൃഷ്ണഭക്തയാണ്, ഉണ്ണിക്കണ്ണ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ആ കുട്ടിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, ആ കുട്ടി അത് ചെയ്യണം. മാത്രമല്ല ആ കുട്ടി മനോഹരമായി മനസ്സിൽ നിന്ന് വരയ്ക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ല കാര്യമാണ്, ഞാൻ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആ കുട്ടിയെ പിന്തുണയ്ക്കുന്നു. പക്ഷെ നമ്മൾ എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്? അവിടെ ചെന്നിട്ട് റീൽസ് ചെയ്യുക, അവിടെ ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുക, അവിടെ ചെന്നിട്ട് ആരാണ്ട് കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പിടിക്കാം. നമ്മളൊരു അമ്പലത്തിൽ പോകുന്നത് ഇതിനൊന്നുമല്ല. ഒരു വിശ്വാസിയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു വിശ്വാസിയായിട്ട് ശബരിമലയിൽ പോയിട്ട് അവിടെ ചെന്ന് നൃത്തം ചെയ്യാനും അവിടെ ചെന്ന് ഡാൻസ് കളിക്കാനും അവിടെ ചെന്ന് റീലിടാനും ആണ് പോകുന്നതെങ്കിൽ ഞാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഏകമാർഗം. വിശ്വാസിയായിട്ട് പോകുന്നതിൽ ആ ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ റീൽ സംസ്കാരം ഇപ്പൊ എല്ലാ ഭാഗത്തും, പക്ഷെ അത് എവിടെയെന്നുള്ളതാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന്റെ റീലുകൾ കൊണ്ട് അല്ല, അത് തൊഴാൻ പോകുന്നതും അത് ഇതൊക്കെയല്ലേ ഇത് കോൺട്രവേഴ്സി റീൽ. നമ്മളൊരു കാര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതാരാ? വിശ്വാസികളായിട്ടുള്ള ആളുകളും ഞാൻ ഹിന്ദു ആചാരത്തിന് എതിരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില ആളുകളും ദുർമന്ത്രവാദികളും ഹോമക്കാരുമാണ് ശത്രുക്കൾ. അപ്പം ഞാൻ എന്ത് വേണം? ഞാൻ ശ്രദ്ധിക്കണം എൻ്റെ ലൈഫിൽ. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എന്നിൽ തന്നെ ഒരു നിയന്ത്രണം പുലർത്തുക എന്നുള്ളൊരു സാമാന്യ മര്യാദ ഞാൻ കാണിക്കണം. വേണോ വേണ്ടയോ? എനിക്ക് ഇഷ്ടമില്ലാത്ത ചില ആചാരങ്ങൾ ചില ക്ഷേത്രങ്ങളിലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഷർട്ട് ഊരി അമ്പലത്തിൽ കയറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, അതിന് പലരും പല ന്യായങ്ങളും ഒക്കെ നിരത്തുന്നുണ്ടാവാം. വ്യക്തിപരമായി ഞാൻ എന്ന വ്യക്തി, ഹരികുമാർ എന്ന് പറയുന്ന ഞാൻ എന്ന വ്യക്തിക്ക് ഷർട്ട് ഊരി അമ്പലത്തിൽ കയറുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരാതെ അമ്പലത്തിൽ കയറിയിട്ട് ഒരു റീൽ എടുത്തിടുക എന്ന് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. മറ്റുള്ളവരെ വിശ്വാസത്തെ എന്തിനാണ് ഞാനപ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങോട്ട് പോകാതിരിക്കുക. ഷർട്ട് ഊരിക്കാറുണ്ടോ? പുറത്തുനിന്ന് തൊഴും. ചിലയിടത്ത് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നേരിയ യൂട്യൂബ് പ്രസംഗിക്കാനൊക്കെ വിളിക്കുമ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു ആചാരത്തോട് എനിക്ക് താല്പര്യമില്ല. കാരണം വിയർത്ത് കുളിച്ചൊക്കെ പോയി ഷർട്ട് ഇടാതെ നിൽക്കുന്ന ആളുകൾ, തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീകൾ, എല്ലാവർക്കും അരോചകമായിട്ടുള്ളൊരു ഭക്തിയിൽ പോകുന്ന ഒരു സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചുരിദാറോ പാൻറ്റോ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മുണ്ടെടുത്തുകൊണ്ട് പോകണം എന്ന് പറയുന്നത് എനിക്കത്ര വിശ്വാസമില്ല. കാരണം എനിക്ക് പത്മനാഭൻ നമ്മൾ മുണ്ടെടുത്തുകൊണ്ട് ചെന്നാലും പാൻറ് ഇട്ടുകൊണ്ട് ചെന്നാലും അദ്ദേഹത്തിന് അറിയാം ഇവൻ മുണ്ടിൻ്റെ പുറത്തല്ല, പാനിൻ്റെ പുറത്തല്ല മുണ്ടെടുത്തേക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ കഴിവിനെ എനിക്ക് അത്ര വിശ്വാസമുണ്ട്. അല്ലാതെ അതിൻ്റെ പുറത്ത് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ അതിന് പല ന്യായങ്ങൾ ആചാരവുമായി ബന്ധപ്പെടുത്തി പറയാമെങ്കിലും എൻ്റെ വിശ്വാസം എനിക്കതില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ അത് പോയിട്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കാനും അവിടെ ചെന്ന് അതിനെതിരെ റീൽ ചെയ്യാനും ഞാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു സാമാന്യ മര്യാദയില്ലേ? ആ കുട്ടിക്ക് മനസ്സിലാക്കണം, അതിനിപ്പുറത്ത് ഒത്തിരി ശത്രുക്കളുണ്ട്. അതിൻ്റെ മതവിശ്വാസത്തിലും ഉണ്ടാവാം, ഇപ്പുറത്തുള്ളവരിലും ഉണ്ടാവാം. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം? അദ്ദേഹം കൃഷ്ണഭക്തയാണെങ്കിൽ, ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണെങ്കിൽ പോവുക, പ്രാർത്ഥിക്കുക, പോര്, മതിയല്ലോ. പിന്നെ അദ്ദേഹത്തിന് ചിത്രം വെക്കണമെങ്കിൽ വിറ്റോട്ടെ, ആരും എതിർത്തു. പക്ഷെ അതിനെ അയാളെ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ. ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു. ആൾ അവിടെ നിന്നിട്ട് കേക്ക് മുറിക്കുന്നു. ഒഴിവാക്കാമെന്നേ. ചിലപ്പോൾ അതിൽ മുട്ട ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ എന്തിനാണ് നമ്മൾ വിമർശിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കാവുന്നതാണ്. അതാ ഞാൻ പറയാം, ആ കുട്ടി ചെയ്യേണ്ടെന്ന്. എനിക്ക് ആ കുട്ടിയോട് ഒരു വിരോധമില്ല കേട്ടോ. എനിക്ക് ആളുമായിട്ട് പേഴ്സണലി അറിയത്തുമില്ല, എനിക്ക് എതിർപ്പുമില്ല. ആ കുട്ടി കൃഷ്ണഭക്തയാണെന്നുള്ളതിൽ എനിക്ക് ആ കുട്ടിയോട് സ്നേഹവുമുണ്ട്. പക്ഷെ ആ കുട്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നല്ല, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് കൂടി ആ കുട്ടി മനസ്സിലാക്കണം. എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? അതുകൂടി ആ കുട്ടി മനസ്സിലാക്കണം. ആ കുട്ടി ചിത്രം വെക്കുന്നതിൽ തെറ്റില്ല. ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് കൃഷ്ണൻ്റെ രൂപമുണ്ടാക്കി വരയ്ക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ
ആ കുട്ടി ഓവറായിട്ട് അതിന് ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്ന അവിടെ ചെന്ന് കമൻറ്റ് ഇട്ട ഒരാളെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നിങ്ങൾ എനിക്കൊക്കെ എതിരെ കമൻറ്റ് ഇട്ടല്ലേ, നിങ്ങൾ എനിക്കെതിരെ അത് ആ ഭാഗത്ത് വെച്ച് ഒഴിവാക്കണം. ആ ഒരു പ്ലേസ് ആണ് അവിടുത്തെ പ്രശ്നം. എത്ര പേര് വിശ്വസിക്കുന്ന ഒരു പ്ലേസാണ്. അവിടെ പോയി അങ്ങനെ ഒരു ഷോ ആ കുട്ടി കാണിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. ആ കുട്ടി കൃഷ്ണഭക്തിയായി ഇന്നും ഇരിക്കട്ടെ, നാളെയും ഇരിക്കട്ടെ, ആ കുട്ടി നാളെയും തുടരട്ടെ. കൃഷ്ണനോട് ഇഷ്ടമുള്ള ഒരുപാട് എല്ലാ മതവിശ്വാസികളുണ്ട്, അവരങ്ങനെ തുടരട്ടെ. പക്ഷെ നിങ്ങൾ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് ആ വിശ്വാസം ഇട്ടോളൂ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പൊക്കോളൂ, നിങ്ങൾ തൊഴാൻ വേണ്ടി പൊക്കോളൂ, വഴിപാടുകൾ നടത്താൻ വേണ്ടി പൊക്കോളൂ. നിങ്ങൾ അവിടെ ചെന്നിട്ട് റീലിടാനും കോൺട്രവേഴ്സി ഉണ്ടാക്കാനും കഴിവതും പോകാതിരിക്കുക. നാളെയും ആ കുട്ടി പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പ്രാർത്ഥിക്കാൻ പോകട്ടെ, മിണ്ടാണ്ടൊരു സൈഡിൽ കൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് പോരാലോ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ 1000 രൂപയുടെ കൂപ്പൺ എടുത്തിട്ട് പോകത്തില്ല. ക്യൂ നിന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. 1000 രൂപയുടെ കൂപ്പൺ എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 1000 രൂപയുടെ കൂപ്പൺ എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനത് തെറ്റായിട്ട് ചിന്തിക്കുന്നു. പിന്നെ എല്ലാവരും വരട്ടെ, നീ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവരും വരട്ടെ. എല്ലാ അമ്പലത്തിലും എൻ്റെ അഭിപ്രായം അവിടെ ആ ഭരണം കയ്യാളി അവിടുത്തെ വലിയ അധികാര സ്ഥാനങ്ങളിലിരുന്ന് കൃഷ്ണൻ്റെ സ്വത്തുക്കൾ, കൃഷ്ണന് വരേണ്ട കാര്യങ്ങൾ, അവിടെ നടക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെ കട്ടുമുടിക്കുന്ന, അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന, അതിനെ ഭക്തജനങ്ങളുടെ വികാരത്തെ ഹനിക്കുന്ന, പണം വാങ്ങിക്കൊണ്ട് അവിടെ എന്തും ചെയ്യുന്ന, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, അതിനെ ഭരിക്കുന്ന വിശ്വാസി എന്ന് പറയുന്ന ആളുകളെക്കാൾ എനിക്കിഷ്ടം കൃഷ്ണഭക്തരായ പാവപ്പെട്ട ഇതര മതസ്ഥരാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും ആ വിശ്വാസികളെയാണ്. അവർ കയറണമെന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. കള്ളന്മാരെക്കാൾ എന്തുകൊണ്ട് നല്ലത് ഇവരാ. ഇപ്പൊ ഭക്തിയില്ലാത്ത ഒരു ഹിന്ദുവിനെ കയറി നിന്ന് തൊഴാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വരെ പക്ഷെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. വിശ്വാസിയായല്ലോ എല്ലാവരും കയറണോ? നീ ഒരു വിശ്വാസിയാണെങ്കിൽ അവരെ കയറ്റണം, പക്ഷെ വിശ്വസിക്കാൻ പോകണം. അവിടെ റീലിടാൻ പോകരുത്, അവിടെ കയറിയിട്ട് അവിടെ കേക്ക് മുറിക്കാൻ പോകരുത്, അവിടെ വേറെ വേലകൾ കാണിക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ്, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി? വിശ്വാസികളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല. വഴിയെ നടക്കുന്നവർക്കെല്ലാം കയറി ഇറങ്ങി പോകാവുന്ന സ്ഥലമല്ല ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വിശ്വാസികൾ മാത്രം കയറുക. നിനക്ക് വിശ്വാസം ഇല്ലയോ? കയറണ്ട. നിന്നോട് ആര് പറഞ്ഞു വരാൻ? ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ. പീരീഡ്സ് ഉള്ള സമയത്ത് ഏതോ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് പണ്ടൊരു കുട്ടി ഒരു റീലിട്ടത് ഞാൻ കണ്ടു. വിശ്വാസിയുടെ വിശ്വാസം ആ സമയത്ത് അവിടെ കയറരുതെന്നുള്ള. നീ അതിനെ ഇനി സയൻസ് വെച്ച് നോക്കി, അല്ലെങ്കിൽ ഏത് ഗ്രന്ഥം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. വിശ്വാസികളുടെ വിശ്വാസവും അവർ പിന്തുടരുന്ന ആചാരവും അതാണെങ്കിൽ നിനക്കത് വിശ്വസിക്കാമെങ്കിൽ കയറിയാൽ മതി. അല്ലാതെ അവിടെ നിനക്ക് പീരീഡ്സ് ആണെന്ന് ചെക്ക് ചെയ്യാൻ മെഷീനൊന്നുമില്ല, ആരും വെച്ചിട്ടില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകുക. അതൊരു ആർക്കും കയറി ഇറങ്ങി നിരങ്ങാവുന്ന ഒരു സ്ഥലമല്ല, ഒരു ആരാധനാലയവും. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ